ഹായ് ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സിന്ധു. ഞാൻ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പുള്ളിമാൻ്റെയും മ്ലാവിൻ്റെയും കൂടിയായിരുന്നു വീഡിയോ ഞാൻ പാർട്ട് 1 ആയിട്ട് അപ്ലോഡ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ പാർട്ട് 2ലേക്ക് അപ്ലോഡ് ചെയ്യാൻ പോണത് ആനയുടെ വീഡിയോ ആണ് കേട്ടോ. ആദ്യം തന്നെ പോയപ്പോൾ കണ്ടത് പാർവതിനെയാണ് കേട്ടോ. പാർവതിക്ക് 23 വയസ്സായിരുന്നു കേട്ടോ ആയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു വികൃതിയും കുസൃതിയും ഒക്കെ ഉണ്ടായിന്. അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. ഫുഡ് കൊടുത്തിട്ടുണ്ട്, അത് കഴിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ വേറൊരു ആനിനെ കണ്ടു, പക്ഷെ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ അടുത്തത് പോയത് അഞ്ജനയുടെ അടുത്തേക്കായിരുന്നു. അഞ്ജനയ്ക്കും അതുപോലെ തന്നെ 23 വയസ്സായിട്ടുണ്ട്. പൊട്ടൊക്കെ വെച്ച് സുന്ദരിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണേ. അടുത്തത് ആശയുടെ അടുത്തേക്ക് പോയിട്ട് ആശയും അതുപോലെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആശയ്ക്കും ഏകദേശം ഒരു 23 വയസ്സ് തന്നെയാണ് കേട്ടോ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ കണ്ടിരിക്കാനായിട്ട് അവിടെ കുറേ സീറ്റൊക്കെ നമുക്ക് എന്താ പറയുക സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കണ്ട് ആസ്വദിക്കാം, കുറേ നേരം ഇരിക്കാനായിട്ടൊക്കെ പറ്റും കേട്ടോ അവിടെ തന്നെ. പിന്നെ നമ്മൾ അടുത്തത് പോയത് ഹരിപ്രസാദിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ഹരിപ്രസാദിന് ഏകദേശം 40 വയസ്സായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പോയതാണ് നമ്മുടെ സുനിതയുടെ അടുത്തേക്കാണ് കേട്ടോ പോയത്. സുനിതയ്ക്ക് ഏകദേശം 50 സംതിങ് വയസ്സായിട്ടുണ്ട് ഗൈസ്. 53 എങ്ങാണ്ടായിട്ടുണ്ട്. അപ്പോൾ സുനിതയും അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് നേരെ കാണാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ കുറേ നമ്മൾ നടന്നു. പിന്നെ നമ്മൾ പോയത് പീലാണ്ടി രുദ്രൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോയത്. ആൾക്ക് 49 വയസ്സെങ്ങാണ്ടായിട്ടുണ്ട്. ഒരു 9 പേരിനെ പണ്ട് കുത്തി കൊലപ്പെടുത്തിയതാണെന്നാണ് കേട്ടോ കേട്ടിരിക്കുന്നത്. എനിക്ക് ശരിക്കും അറിയില്ല. നമ്മൾ പോകുമ്പോൾ വെള്ളമൊക്കെ കുടിച്ച് അതിൻ്റെ പ്രായത്തിനൊരു വയ്യായ പോലെയൊക്കെ ഉണ്ട് ആൾക്ക്. വെള്ളമൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. നമ്മൾ പോകുമ്പോൾ 49 വയസ്സാണ് കേട്ടോ ഗൈസ്. തിരുത്തുണ്ട് ഗൈസ്, പീലാണ്ടി ചന്ദ്രു ആണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ ഗൈസ്, ഈ കൂട്ടിലാണ് ഈ പ്രശ്നക്കാരായ ആനകളിലൊക്കെ കൊണ്ടുവന്ന് ഇടാറുള്ളത് കേട്ടോ. എന്നിട്ട് അതിനെ മെരുക്കിയെടുത്ത് എല്ലാം പഠിപ്പിച്ച ശേഷം മാത്രമേ പുറത്തേക്ക് വിടാറുള്ളൂ. ഈ പീലാണ്ടി രുദ്രൻ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആനയും അതുപോലെ മെരുക്കിയെടുത്ത ശേഷമാണ് കേട്ടോ പുറത്തേക്കൊക്കെ വിട്ടിരിക്കുന്നത്. 9 പേര് കുത്തിക്കൊന്ന ആനയാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് പറയുക ഗൈസ്, നമ്മുടെ പാർവതിയുടെ ഡാൻസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. പാർവതി ആണെങ്കിലും അതേപോലെ തന്നെ ആശ, അഞ്ജന, ഇവരെയൊക്കെ കാണാൻ അടിപൊളിയാണ്. കാരണം ഒക്കെ ഒരു ഏകദേശം ഒരു 20-23 വയസ്സ് പ്രായമല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓരോ വികൃതികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടിരിക്കാൻ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഈ സ്ഥലത്തിന് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പിൾസിനും കുട്ടികൾക്കും പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇത് തൊമ്മനും മക്കളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോവുകയാണ് കേട്ടോ ഗൈസ്, തിരിച്ച് പോവുമായിരുന്നു. അടുത്ത വീഡിയോ നമ്മൾ പാർട്ട് 3 ആയിട്ടിടാം കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, താങ്ക് യു.